ഈ ശബ്ദം അടുത്തുനിന്നും ദൂരെ നിന്നുമൊക്കെയായി മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത സഹോദര സഹോദരിമാരുമൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥലം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ പറമ്പാണ്. മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ, മാനവികതയുടെ ചില മുഖങ്ങളാണ് നമുക്ക് അതിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിനെ അറിയുക, ഹൈന്ദവത എന്ത് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുക, ക്രൈസ്തവത എന്ത് എന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുക, നിരീശ്വരത്വത്തിന്റെ അപകടത്തെക്കുറിച്ചറിയുക. അപ്പോഴാണ് യഥാർത്ഥ വഴിയെക്കുറിച്ച് നമുക്ക് നിജപ്പെടുത്തുവാനും മനസ്സിലാക്കുവാനും സാധിക്കുക. അപ്പൊ എല്ലാം കേൾക്കുക, മനസ്സിലാക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. പ്രകൃതിയുടെ നീതിക്ക് വേണ്ടിയുള്ള തേട്ടമുണ്ട്, പ്രകൃതിയുടെ സത്യത്തിനു വേണ്ടിയുള്ള തേട്ടമുണ്ട്. ആ അന്വേഷണത്തിന്റെ വഴിയിൽ എത്തിപ്പെടുക എന്നത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രധാന ലക്ഷ്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ അവിടെയും ഇവിടെയും നിന്നൊക്കെ കേട്ടിരിക്കുന്ന കൊച്ചു കൊച്ചു വാക്കുകളും വാചകങ്ങളുമൊക്കെ സത്യസന്ധമാണ് എന്ന് നാം വിചാരിക്കുന്ന പലതും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി സന്ദർഭോചിതമായി പറഞ്ഞ ചില വാചകങ്ങളെ ഉദ്ദേശാർത്ഥത്തിൽ നിന്ന് അടർത്തി മാറ്റി പല ആളുകളും കേട്ടിട്ടുണ്ടാവാം. അപ്പൊ സ്വാഭാവികമായും അത് തെറ്റിദ്ധാരണയ്ക്ക് വഴിയൊരുക്കും. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതത്തിൽ ചില സാങ്കേതിക പദപ്രയോഗങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കാനല്ല. ആ പദപ്രയോഗങ്ങളെ സോഷ്യൽ മീഡിയകൾ വഴി കേട്ടവർക്ക്, അതല്ലെങ്കിൽ ആധുനികമായ സംവിധാനങ്ങളിലൂടെ സെക്കൻഡുകൾ മാത്രം കേട്ടുപോയവർക്ക് അതിന്റെ യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള അർത്ഥതലങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ വരും. ചരിത്രങ്ങളെ മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ലോകമെമ്പാടുമുള്ളത്. നാം ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്ത് ഹൈന്ദവരും മുസ്ലിങ്ങളും അല്ലാത്തവരുമൊക്കെ തോളോട് തോള് ചേർന്ന് ഒരുമിച്ചു നിന്ന് ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ നടന്നതിന്റെ ചരിത്രങ്ങളെ പേജുകൾ പിറകോട്ട് മറിച്ച് ഓർമ്മകളെ പിറകോട്ട് കൊണ്ടുപോയി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് മഹാരഥന്മാരുടെ പേരുകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ട്. സമയം ഞാൻ അതിന് കൂടുതൽ ചെലവഴിക്കുന്നില്ല. രാജ്യത്തിന്റെ ഗേറ്റ് എന്ന് പറയുന്ന ഇന്ത്യ ഗേറ്റിന്റെ ഇരുവശങ്ങളിലായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ ബൂട്ടിനടിയിൽ കിടന്ന് അമർന്നു പോകുമെന്ന് തോന്നിയ, അല്ലേ, അവർ നമ്മെ ഒരു അടിമകളെ പോലെ ആക്കി തീർക്കാമെന്ന് വിചാരിച്ച കാലഘട്ടത്തിൽ ആ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ കരാള ഹസ്തങ്ങൾക്ക് മുന്നിൽ നെഞ്ചു നിവർത്തി നിന്ന് പടപൊരുതിയ നേതാക്കന്മാരെ, ഗാന്ധിജി അടക്കമുള്ള 1 ലക്ഷത്തോളം വരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് ഇന്ത്യ ഗേറ്റിന്റെ ഇരുവശങ്ങളിലുമായി മുദ്രണം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കാണാം. 1 ലക്ഷത്തോളം വരുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ പോരാളികളുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിന്റെ 2 വശങ്ങളിലുമായി മുദ്ര ചെയ്യുമ്പോ ഈ നാട്ടിലെ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ 60% പേരുകൾ മുസ്ലിങ്ങളുടെ പേരുകളാണ്. 1,60,60,000 പേര് ഇന്ത്യ ഗേറ്റിന്റെ 2 വശങ്ങളിലുമായി എഴുതി ചേർത്തിട്ടുള്ളത് മുസ്ലിങ്ങളുടെ പേരുകളാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നത്?
ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന സമയത്ത് മുസ്ലിങ്ങൾ ആരും മാറി നിന്നിട്ടില്ല. ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി, ഒരു മതേതരത്വ രാജ്യമായി, ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന പൂക്കളെ പോലെ, വ്യത്യസ്ത കളറുകളിൽ പാറിക്കളിക്കുന്ന ചിത്രശലഭങ്ങളെ പോലെ ഈ നാട്ടിൽ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും മതമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ വളരെ സൗഹൃദത്തിൽ ജീവിച്ച ചരിത്രമാണ്. അതിനുവേണ്ടി പോരാടിയ ചരിത്രമാണ് രാജ്യത്തിന്റെ ചരിത്രമായി എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പറ്റുന്നത്. പക്ഷേ ലോകത്തെവിടെയും സംഭവിക്കുന്നത് പോലെ ചരിത്രങ്ങളിൽ മായം ചേർക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വർഗീയതക്കോ, ഏതെങ്കിലും അർത്ഥത്തിലുള്ള തീവ്രവാദ നിലപാടുകൾക്കോ, ഏതെങ്കിലും അർത്ഥത്തിലുള്ള വംശീയ അതല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള മനുഷ്യഹത്യകൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ മനുഷ്യത്വത്തിന് വേണ്ടി, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, മുറൂഇയത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഭാഗം. ഇവിടെ നിങ്ങൾ ആലോചിക്ക്, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെക്കുറിച്ച് ഹൈന്ദവ സഹോദരങ്ങളൊക്കെ കേൾക്കുമ്പോ ഒരു യുദ്ധകൊതിയന്മാരായി, യുദ്ധവെറിയന്മാരായി ഒക്കെ പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഇപ്പോ ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയട്ടെ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്ര മനുഷ്യരാണ് മരിച്ചു വീണത്? 90 ലക്ഷം പ്രിയപ്പെട്ടവരെ സൈനികരാണ് അന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ചു തീർന്നത്, അല്ലേ? 70 ലക്ഷം സാധാരണക്കാരാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടു പോയത്. എന്ന് പറഞ്ഞാൽ 1 കോടി ഏകദേശം 60 ലക്ഷം ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി പോയത്. രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു നോക്കൂ നിങ്ങൾ. കണക്കുകൾ വ്യത്യസ്തമായ നിലയിൽ ചെറിയ വ്യത്യാസത്തോടുകൂടി പരിക്കേറ്റ് പിന്നീട് മരിച്ചവരെ ഉൾപ്പെടുത്താതെ പിന്നെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുമൊക്കെയുള്ള കണക്കുകൾ നിങ്ങൾക്ക് കാണാം. ഏകദേശം 8 കോടിയോളം മനുഷ്യരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായത്. അതിൽ 5 കോടി മനുഷ്യർ സാധാരണക്കാരായിരുന്നു. 5 കോടി മനുഷ്യർ സാധാരണക്കാരായിരുന്നു. 2 കോടിയുടെയും 3 കോടിയുടെയും ഇടയിൽ സൈനികരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണം സംഭവിച്ച് ഇല്ലാതെയായത്. റഷ്യൻ വിപ്ലവത്തെ എടുത്തു നോക്കൂ നിങ്ങൾ. ഏകദേശം 50 ലക്ഷം ആളുകളാണ് റഷ്യൻ വിപ്ലവത്തിൽ മാത്രം ലോകത്ത് നിന്ന് ഇല്ലാതെയായത്. വിയറ്റ്നാം എന്ന് പറയുന്ന വിപ്ലവത്തെ എടുത്തു നോക്കൂ നിങ്ങൾ. 40 ലക്ഷം ആളുകളാണ് ലോകത്ത് നിന്ന് ഇല്ലാതെയായത്. ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ടെററിസ്റ്റ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആരും തയ്യാറായിട്ടില്ലെങ്കിലും ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ കൊന്നു തീർത്തത് ജൂതന്മാരെ മാത്രം 60 ലക്ഷം ജൂതന്മാരെയാണ്. ഹിറ്റ്ലർ ലോകത്ത് നിന്ന് കൊന്നു തീർത്തത് 60 ലക്ഷം ജൂതന്മാരെയാണ്. പിന്നെയോ ലക്ഷക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകരെയാണ് ഹിറ്റ്ലർ കൊന്നു തീർത്തത്. ഞാൻ ചോദിക്കുന്നത്, ഹിറ്റ്ലർ ലോകത്തിന്റെ മുമ്പിൽ ഒരു തീവ്രവാദിയായി, ഒരു ടെററിസ്റ്റായി ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒക്കെയായി നാഗസാക്കിയുടെ മണ്ണിൽ, ഹിരോഷിമയുടെ മണ്ണിൽ ഇന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ ഉള്ളവരായി നാഗസാക്കിയുടെ മണ്ണിലും ഹിരോഷിമയുടെ മണ്ണിലും ജനിച്ചു വീഴുന്നു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ഇപ്പോൾ തന്നെ കാണാം. അതിന്റെ ചില റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ, സത്യമല്ലേ? നാഗസാക്കിയുടെ മണ്ണിൽ, ഹിരോഷിമയുടെ മണ്ണിൽ. എന്നിട്ട് കാരണം അതിന്റെ കൂടെ എഴുതി ചേർക്കുന്നത് എന്താ? അന്ന് ലോകമഹായുദ്ധത്തിൽ അവിടെ വർഷിപ്പിച്ചിട്ടുള്ള അണുബോംബിന്റെ തിക്തഫലമായിട്ടാണ് ഇന്നും അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾ മെന്റലി റിട്ടാർഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ഡിസാബിലിറ്റി ഉള്ള കുട്ടികൾ അവിടെ ധാരാളം ഉണ്ടാകാനുള്ള കാരണം, അംഗവൈകല്യങ്ങളുള്ള കുട്ടികൾ അവിടെ ധാരാളം ഉണ്ടാകാനുള്ള കാരണം, ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവിടെ ധാരാളം ഉണ്ടാകാനുള്ള കാരണം, അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ വളഞ്ഞു പോയവരായി, അതുപോലെ ശാരീരികമായ വ്യത്യസ്തമായ വൈകല്യങ്ങൾ സംഭവിച്ചവരായി ആ മണ്ണിൽ ഇന്നും ധാരാളക്കണക്കിന് കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴാനുള്ള കാരണം അന്ന് വർഷിപ്പിച്ചിട്ടുള്ള അണുബോംബിന്റെ തിക്തഫലമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആ ആളുകൾ മരിച്ചു തീരുന്ന
മനുഷ്യർക്ക് മേലെ വർഷിപ്പിച്ചിട്ടുള്ള അണുബോംബിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ലോകത്ത് തീവ്രവാദികളായി, വർഗീയവാദികളായി, ഭീകരവാദികളായി, ടെററിസ്റ്റുകളായി ഏത് പാഠപുസ്തകത്തിലാണ് ഞാനും നിങ്ങളും വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല എന്നതാണ് സത്യം, അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എത്ര യുദ്ധത്തിലാണ് പങ്കെടുത്തത്? സഹാബ കിറാമിന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത യുദ്ധം വളരെ വളരെ കുറവാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നേരിട്ടോ അല്ലാതെയോ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ 30 താഴെ വരുന്ന യുദ്ധനീക്കങ്ങളിൽ ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, ആ യുദ്ധത്തിൽ ആകെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വീണത് 259 മനുഷ്യർ മാത്രമാണ്. എത്രേ? മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു വീണത്, ശുഹദാക്കളായി മാറിയത് 259 പേരാണ്. ഇനി അമുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ശത്രുപടയിൽ നിന്ന് മരിച്ചു വീണത് ഒന്നിലല്ല, എല്ലാ യുദ്ധ നീക്കങ്ങളിലും ഒക്കെയായി ആകെ മരിച്ചു വീണത് 758 759 ആളുകളാണ്. അതിന് രണ്ടിനെയും ചേർത്ത് വായിച്ചാൽ കിട്ടുന്ന ആകെ എണ്ണം 1017 1018 എന്ന എണ്ണമാണ്. എന്നിട്ടും ചരിത്രങ്ങളിൽ, തൂലികകളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പ്രവാചകനെ ഒരു ടെററിസ്റ്റായി കാർട്ടൂൺ വരയ്ക്കാൻ ഡെൻമാർക്കിലെ മനുഷ്യരുടെ കരങ്ങൾ നീങ്ങുന്നത് എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരം ഞാനും നിങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്, അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രവാചകനെ ഒരു തീവ്രവാദിയായി ചിത്രീകരിച്ച് കാർട്ടൂണിന്റെ മത്സരം വെക്കാൻ വിദേശ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ തയ്യാറായി എന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ പ്രവാചകൻ? ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിന്റെ, സാഹോദര്യത്തിന്റെ, വിനയത്തിന്റെ, വാത്സല്യത്തിന്റെ നിറകുടമായി ജീവിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ മഹാഗുരുവര്യനായ തങ്ങളായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താണ് ആളുകൾക്ക് ഇത്രമാത്രം വെറുപ്പ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ പ്രവാചകൻ ചെയ്ത തെറ്റ്? ഏതെങ്കിലും ഒരു അയൽവാസിയോട് ഒരു മിനിറ്റെങ്കിലും പിണങ്ങി നിന്ന ഒരു ചരിത്രം പ്രവാചകനെ കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു അയൽവാസിക്ക് ശല്യമായി വർത്തമാനം പറഞ്ഞത്, അതല്ലെങ്കിൽ കൃഷി ചെയ്തത്, ഒരു മരം മുറിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മുറിച്ചു കൊടുക്കാതിരുന്നത് ഉണ്ടോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും അരിച്ചു പോകുന്ന ഉറുമ്പുകൾ വരിവരിയായി കടന്നു പോകുന്ന സ്ഥലത്ത് തന്റെ സന്തത സഖാക്കളായ അനുചരന്മാരായ സഹാബികൾ പ്രിയപ്പെട്ടവരെ തീയിട്ടപ്പോ, ഇവിടെയാണോ നിങ്ങൾ തീയിട്ടത്? ഉറുമ്പുകൾ അരിച്ചു പോകുന്ന വഴിയല്ലേ ഇത് എന്ന് ചോദിച്ച് പ്രവാചകൻ ക്രോധാകുലനാവുകയും പ്രവാചകൻ ദുഃഖിതനാവുകയും ആ തീ കെടുത്തിക്കളയൂ എന്ന് ആർക്കു വേണ്ടി അതിലൂടെ അരിച്ചു പോകുന്ന ഉറുമ്പുകൾക്ക് വേണ്ടി സംസാരിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ. അതാ ഞാൻ പറഞ്ഞത്, ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിന്റെ, വാത്സല്യത്തിന്റെ നിറകുടമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ? കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല പകിട്ടാർന്ന ചിറകുകളുള്ള ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടിലിരുത്തി തീറ്റ കൊടുത്ത് പാറിക്കളിക്കാൻ പ്രായമായി വരുന്നേ ഉള്ളൂ. അതിൽ നിന്നൊരു പക്ഷിക്കുഞ്ഞിനെ എടുത്ത് ഒരു സഹാബി പ്രവാചകൻ അതിന്റെ കൗതുകം കണ്ട് നബിക്കൊരു ഗിഫ്റ്റായി കൊടുത്തപ്പോ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊറ്റി വീണിട്ട് പറഞ്ഞു, ആ തള്ളപ്പക്ഷി വാവിട്ട് കരയുന്നത് കണ്ടില്ല നീ? ആ കുഞ്ഞിനെ ആലോചിച്ചുകൊണ്ടാണ് അത് കരയുന്നത്. നീ ആ കൂട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തിട്ടാണ്, അതിൽ ദുഃഖിതയായിട്ടാണ് ആ പക്ഷി കരയുന്നത്. അതുകൊണ്ട് ആ തള്ളപ്പക്ഷിക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കൂ, കൂട്ടിലേക്ക് തിരിച്ചു വെക്കൂ എന്ന് പറഞ്ഞ ഒരു പക്ഷി, ഒരു തള്ളപ്പക്ഷിയുടെ കരച്ചിൽ പോലും സഹിക്കാനാവാത്ത ആർദ്രതയുടെ, അനുകമ്പയുടെ പ്രവാചകൻ. ആ പ്രവാചകനെ എന്തുകൊണ്ടാണ് ലോകത്തിങ്ങനെ പ്രിയപ്പെട്ടവരെ എല്ലാ തിന്മകളുടെയും അതാ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി സംസാരിക്കാൻ ആളുകൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ലോകത്ത് ഇന്ന് 230 കോടിയോളം ക്രൈസ്തവരുണ്ട്, ഏകദേശം 200 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. രണ്ടാം സ്ഥാനത്ത് ജനസംഖ്യയിൽ നിൽക്കുന്ന സമുദായമാണ് മുസ്ലിങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട്, കളവ് പറയാത്ത തിരുനാവ് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് 1-ാം സ്ഥാനത്ത് ജനസംഖ്യയിൽ മുസ്ലിങ്ങളാവാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതാണ്. അത് ഇവിടെ ലോകത്ത് നടക്കും. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ ഏതൊക്കെ അർത്ഥത്തിലുള്ള നുണക്കഥകളും അതേ കുപ്രചരണങ്ങളും അപവാദങ്ങളും അപഹാസ്യങ്ങളും ആരോപണങ്ങളും അടിച്ചുവിട്ടാലും, അമ്പുകൾ തൊടുത്തുവിടുന്നത് പോലെ ഈ അർത്ഥത്തിലുള്ള ആരോപണങ്ങളും എല്ലാം തൊടുത്തുവിട്ടാലും ഇസ്ലാം അതിന്റെ വളർച്ചയിലേക്ക് നടക്കും. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിന്റെ മതമാണ് ഇസ്ലാം. എന്നെ കേൾക്കുന്ന ക്രൈസ്തവരെ, എന്നെ കേൾക്കുന്ന ഹൈന്ദവരെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരെ, എന്താണ് മുസ്ലിം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരല്ല, അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു സമർപ്പണത്തിന്റെ മതമാണ്.
അത് ഒരു മോക്ഷത്തിന്റെ വഴിയാണ്, അതൊരു രക്ഷയുടെ മാർഗമാണ്, അതൊരു സമാധാനത്തിന്റെ മാർഗമാണ്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ഓം ശാന്തി ശാന്തി എന്ന് നിങ്ങളുടെ അമ്പലത്തിൽ നിന്ന് പറയുന്നത് പോലെ അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ ശാന്തി ഉണ്ടാവട്ടെ, നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ഇസ്ലാം അതൊരു സമാധാനത്തിന്റെ മതമാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം കണ്ടവരുണ്ടാകാം. മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിൽ ഈ സമൂഹത്തിന് ഉപകാരപ്പെടാത്ത സ്വഭാവം ചെയ്തവരുണ്ടാകാം. അത് മതത്തിന്റെ കുഴപ്പമല്ല. അല്ല, എല്ലാ വേദപുസ്തകങ്ങളും ഉപനിഷത്തുകളും ഋഗ്വേദവും അതുപോലെ തന്നെ അഥർവവേദവും എല്ലാ സാമവേദവും അല്ലെങ്കിൽ ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും പരിശുദ്ധ ഖുർആനും ഇനി ലോകത്തറിയപ്പെടുന്ന ഉപനിഷത്തുക്കളും എല്ലാം എടുത്താൽ ധർമ്മമാണ് പറയുന്നത്. എന്നിട്ട് ആ വേദപുസ്തകങ്ങൾ വീട്ടിൽ വെച്ചവർ കൊലപാതകം നടത്തുമ്പോ വേദപുസ്തകങ്ങളുടെ കുഴപ്പമാണോ? അല്ല പ്രിയപ്പെട്ടവരെ. അവർ മദ്യപിക്കുമ്പോ വേദപുസ്തകത്തിന്റെ തകരാറുകളാണോ? അവർ വ്യഭിചരിക്കുമ്പോ അവരുടെ മതത്തിന്റെ പ്രശ്നമാണോ? അല്ല, അല്ല. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതം അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മതമാണ്. ഇവിടുത്തെ ആകാശത്തിന്റെ മേലാപ്പിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ, പറവകൾ ചിറകുകൾ നിവർത്തിപ്പിടിച്ച് ചിറകടിക്കാതെ ചില സമയങ്ങളിൽ ഇങ്ങനെ പറക്കുന്നത് കാണാം. എന്താണത്? അവർ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ രക്ഷിതാവിനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്, പ്രകീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്, സ്തോത്രകീർത്തനങ്ങൾ അർപ്പിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ കലാമ് നമ്മളെ പഠിപ്പിക്കുകയാണ്. മാളത്തിലിരിക്കുന്ന ഉറുമ്പുകളും വെള്ളത്തിന്റെ ആഴിയിലെ കൂളിയിട്ട് പോകുന്ന മത്സ്യങ്ങളും ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ജീവജാലങ്ങളുമെല്ലാം ആ പ്രപഞ്ചത്തിന്റെ നാഥനെ സ്തുതിക്കുകയാണ്, സ്മരിക്കുകയാണ്, ഓർക്കുകയാണ്, പ്രകീർത്തിക്കുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന രണ്ട് കാലുള്ള പ്രത്യേകമായ ബുദ്ധിയുള്ള വിവേചന ശക്തിയുള്ള ജീവിയുണ്ടല്ലോ, അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ മുമ്പിൽ ധിക്കാരം ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൽബുണ്ട്, ചിന്തിക്കാൻ പറ്റുന്ന കൽബ്, ഹൃദയമുണ്ട് ഉണ്ടല്ലോ. എല്ലാ മനുഷ്യരുടെയും വാരിയല്ലുകൾ കൊണ്ട് എത്ര മനോഹരമായിട്ടാണ്, എത്ര സുരക്ഷിതമായിട്ടാണ് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് ഈ ഹൃദയത്തെ തന്റെ ശരീരത്തിൽ വെച്ചിട്ടുള്ളത്. ആ ഹൃദയം ലഹും ഖുലൂബ്, ഖുർആൻ പറയാ ല യഫ്ഖഹൂന ബിഹാ. ഹൃദയമുണ്ടായിട്ട് എന്താണ് കാര്യം? ചില ആളുകൾ ആ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അവർക്ക് കാതുകളുണ്ട്. ഞാൻ അതിന്റെ ഓർഡറിലല്ല അത് പറയുന്നത്. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണുകയില്ല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, പക്ഷേ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കുകയില്ല. ഉലൈക കൽ അൻആം, അവർ നാക്കാലികളെ പോലെയാണ്. നാക്കാലിക്ക് ഈ റോഡിലൂടെ കടന്നു പോകുന്ന എരുമക്കും പോത്തിനും ആടിനുമൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. ഇത് യജമാനന്റെ സ്ഥലമാണ് എന്നും, ഇത് അയൽവാസിയുടെ സ്ഥലമാണ്, ഇത് അമ്പലമാണ്, അത് പള്ളിയാണ്, ഇത് ചർച്ചാണ്, അതൊന്നും അവർക്കറിയില്ല. അവർക്കറിയില്ല. അവർ പള്ളിയുടെ മുമ്പിലോ അമ്പലത്തിന്റെ മുമ്പിലോ വെച്ച് ഇണചേരും. അവർ ഒരുപക്ഷെ പള്ളിയുടെ മുറ്റത്ത് കയറി അവർ കാട്ടിച്ചെന്നു വരും. അവർക്കറിയില്ല. അതുപോലെയാണ് ചില മനുഷ്യർ, കൽബുണ്ടവർക്ക്, ഹൃദയമുണ്ടവർക്ക്, പക്ഷേ ചിന്തിക്കാൻ പറ്റുന്ന ഹൃദയം തന്നിട്ടും ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത ചില മനുഷ്യരുണ്ട്. ഇത് ഖുർആന്റെ പ്രയോഗമാണ്. കണ്ണുണ്ടവർക്ക് അന്ധത ബാധിച്ചവരായി ജനിച്ചവരല്ല. അവർ ഈ പ്രകൃതിയെ കാണുന്നുണ്ട്, ഉണ്ട്. വാരിവിതറിയ മിന്നാമിനുകളെ പോലെ അതീവ വിദൂരതയിൽ നിൽക്കുന്ന അത്ഭുതകരമായ ആശ്ചര്യഭരിതമായ നക്ഷത്രങ്ങളെ അവർ നോക്കിക്കാണുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാണേണ്ടതുപോലെ കാണാൻ, കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ, ധർമ്മത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ വഴികളെ കുറിച്ച് പറയുമ്പോ തന്റെ കാതുകൾ ഈയമുരുക്കി ഒടുക്കി അത് അടച്ചു പൂട്ടിയതുപോലെ അല്ലേ അന്ന് നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ, ഏകദൈവ വിശ്വാസത്തെ പറയാൻ, ധർമ്മത്തെ പറയാൻ, സത്യത്തെ പറയാൻ, നീതിയെ പറയാൻ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോ ഉടുത്തിരിക്കുന്ന തുണിയുടെ അഗ്രഭാഗം ഉയർത്തിപ്പിടിച്ച് ചെവികളിലേക്ക് വിരലുകൾ ചുറ്റി തിരികെ പിടിച്ച് ഈ പ്രവാചകൻ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കരുത്, കേട്ടുപോകരുത് എന്ന നിലക്ക് ചെവിയെ, കാതുകളെ അടച്ചു പിടിച്ചവർ അന്നുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെയാണ് ചില മനുഷ്യർ, കാതുണ്ടായിട്ട് കേൾക്കാൻ, കേൾക്കേണ്ടത് കേൾക്കാൻ പറ്റാത്തവർ, കണ്ണുണ്ടായിട്ട് കാണേണ്ടത് കാണാൻ പറ്റാത്തവർ, കൽബുണ്ടായിട്ട്, ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ പറ്റാത്തവർ, 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകൾ ചുരുട്ടി വെച്ച് തലച്ചോറ് കൊടുത്തിട്ട് ആ ബ്രെയിന് വേണ്ടതുപോലെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്തവർ. എന്നെ കേൾക്കുന്ന ഹൈന്ദവരെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളല്ലാത്തവരെ, നമ്മുടെ തലയോട്ടിക്കുള്ളിൽ കിടക്കുന്ന ഒരു ഉള്ളൻ കയ്യിൽ ഇങ്ങനെ എടുത്തു പൊക്കാൻ പറ്റുന്ന തലച്ചോറ് എന്ന് പറയുന്നത് അത് ഞരമ്പുകൾ ചുരുട്ടി 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 വെച്ചതാണ്. അതൊന്ന് നിവർത്തിയാൽ, ഒരാളുടെ മാത്രം തലച്ചോറൊന്ന് നിവർത്തിയാൽ 596 കിലോമീറ്റർ നീളമുണ്ട് എന്ന് ശാസ്ത്രലോകം, സയന്റിസ്റ്റുകൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോ, ശാസ്ത്രലോകം ലോകത്തോട് വിളിച്ചു പറയുമ്പോ, വിശ്വഗ്രന്മാർ ലോകത്തോട് വിളിച്ചു പറയുമ്പോ
ഈ അത്ഭുതകരമായ സംവിധാനം മനുഷ്യ ശരീരത്തിൽ തന്നവനെ കുറിച്ച് ആലോചിക്കേണ്ടതല്ലേ സഹോദരങ്ങളെ? അല്ലേ? എന്നെ കേൾക്കുന്ന ഈ സൗകര്യം ഒരുക്കി തന്ന ഈ അമ്പല കമ്മിറ്റിയോടും ഈ നാട്ടിലെ ഹൈന്ദവരോടും ഈ നാട്ടിലെ മുസ്ലിങ്ങളോടും ഈ നാട്ടിലെ മനുഷ്യരോടും, നമ്മളെല്ലാവരും ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്. ആദ്യത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യത്തെ ഉമ്മയാകുന്ന ഹവ്വ, ഈ രണ്ട് മഹാ വ്യക്തിത്വങ്ങളുടെ മക്കളായി കടന്നു വന്നവരാണ് നമ്മൾ. ജാതിയും മതവും വർഗവും ഒക്കെ, ഗ്രൂപ്പുകളും സംഘങ്ങളും ഒക്കെ മനുഷ്യരെ നമുക്കിടയിൽ വന്നുപോയതാണ്. അല്ലേ? ഒരേ അമ്മയുടെ ഒരേ അച്ഛന്റെ മക്കളാണ്, ഒരേ ഉമ്മയുടെ ഉപ്പയുടെ മക്കളാണ് നമ്മൾ. ചിന്തിക്കണം, ആലോചിക്കണം. അപ്പോ നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ്, പരസ്പരം സഹോദരങ്ങളാണ്. പക്ഷേ വഴിമാറിയ സഞ്ചാരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പല വിശ്വാസങ്ങളാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ ബോഡി കഴുകന്മാർ തിന്നു തീർക്കുന്നത് വരെ, എല്ലാ പൂജാകർമ്മങ്ങളും കഴിഞ്ഞിട്ട് കഴുകന്റെ മുന്നിലേക്ക് വെച്ചുകൊടുത്ത് ആ കഴുകന്മാർ തിന്നു തീർക്കുന്നത് വരെ നോക്കി നിൽക്കേണ്ടി വരുന്ന ആചാരം ലോകത്ത് നടപ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആ മാംസഭാഗങ്ങളെ മുറിച്ചെടുത്ത് മാറ്റുന്ന ആചാരങ്ങൾ ലോകത്തുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആചാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ. പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി കബറടക്കുന്ന, സെമിത്തേരിയിൽ കൊണ്ടുപോയി കബറടക്കുന്ന, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കുന്ന മാന്യമായ രീതികൾ നമ്മുടെ നാട്ടിൽ അതാണുള്ളത്. പല വിധത്തിലുള്ള ആചാരങ്ങളുണ്ട്. എല്ലാവർക്കും പല ന്യായങ്ങളും പറയാനുണ്ട്. എങ്കിൽ ഈ നാട്ടിലെ മനുഷ്യരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ജീവിതം ആരു തന്നതാണ്? തെറിച്ചു വീഴുന്ന ഒരു തുള്ളി ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് ആരാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞയച്ചത്? ആരാ? എന്നിട്ട് അണ്ഡവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് ഒന്നാമത്തെ ഭിത്തിക്ക് ദ്വാരമുണ്ടാക്കി, രണ്ടാമത്തെ ഭിത്തി കോട്ടയുണ്ടാക്കി, മൂന്നാമത്തെ ഭിത്തിയിൽ അട്ടയെ പോലെ തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ആരാണ് പ്രിയപ്പെട്ടവരെ ഗർഭപാത്രത്തിനുള്ളിൽ സംവിധാനിച്ചത്? ഉത്തരം വേണ്ടേ? അതില് എന്നെ കേൾക്കുന്ന നമുക്കെന്ത് റോളാണുള്ളത്? നമ്മൾ നമ്മുടെ ഭാര്യയുമായി ജീവിതം പങ്കിടുന്നു. ആ ഗർഭപാത്രത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഈ പ്രവർത്തനത്തിൽ നമുക്കെന്ത് റോളാണുള്ളത്? എന്ത് റോളാണ്? ശാരീരികമായ ചേർക്കേണ്ട ബന്ധത്തെ ചേർക്കാൻ പറഞ്ഞു. അതിനപ്പുറമായി പ്രിയപ്പെട്ടവരെ നമുക്കെന്ത് റോളുണ്ട്? ഈ അണ്ഡം ചേർന്ന്, ഈ ബീജം ചേർന്ന് ലക്ഷക്കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്തത് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, വിരാട് പുരുഷൻ ഉദ്ദേശിക്കുന്നത്, ഹിരണ്യഗർഭൻ ഉദ്ദേശിക്കുന്നത്, ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് മാതാവിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ഏറ്റവും മൂന്നാമത്തെ ഭിത്തിയിൽ ചെന്ന്, അതെ, അത് ഖുർആൻ പറഞ്ഞതാ, 3 ഇരുട്ടറയുണ്ട് എന്ന്. ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണം. എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കത്ത് പോലും സ്വന്തം എഴുതാൻ അറിയില്ല. ആ പ്രവാചകന് വേറൊരാൾ എഴുതി കൊടുക്കണം. ആ പ്രവാചകനാണ്. എത്ര കാലമായി നമ്മുടെ നാട്ടിലൊക്കെ ഈ അർത്ഥത്തിലുള്ള ഇന്റർനെറ്റ് യുഗമായിട്ട്, എത്ര കാലമായി നമ്മുടെ വീടുകളിലൊക്കെ കമ്പ്യൂട്ടർ എത്തിയിട്ട്, എത്ര കാലമായി നമ്മുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോണുകൾ എത്തിയിട്ട്. ഒരു 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം മുമ്പ് ഈ അവസ്ഥയായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ. അപ്പൊ പ്രവാചകൻ ജീവിച്ചത് മക്കയുടെ മണ്ണിൽ ജനിച്ച്, അല്ലേ, അവിടെ 63 കൊല്ലക്കാലം മക്കയിലും മദീനയിലും ഒക്കെയായി ജീവിച്ചത് 1450 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ആ പ്രവാചകൻ ഓതിക്കൊടുക്കുന്ന വചനമാണ് യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാതിൻ സലാസ്. ഓരോ മാതാവിന്റെയും ഓരോ സ്ത്രീയുടെയും ഗർഭപാത്രത്തിനുള്ളിൽ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹ് നിങ്ങളെ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് സൃഷ്ടിക്കുന്നു, സംവിധാനിക്കുന്നു. എവിടെ? ഉമ്മയുടെ, മാതാവിന്റെ, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ഗർഭപാത്രത്തിന് 3 പാളികളുണ്ടെന്നും ഓരോ പാളിക്കും 3 അടുക്കുകൾ ഉണ്ടെന്നും അത് 3 ഇരുട്ടറകളാണ് എന്നും ശാസ്ത്രം കണ്ടെത്തി ലോകത്തോട് വിളിച്ചു പറയുമ്പോ 1400 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതമോദി 39 അധ്യായം സൂറത്ത് സുമറിൽ 6-ാമത്തെ ആയത്ത് ഓതി കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വരാനിരിക്കുന്ന മനുഷ്യർക്ക് മാർഗദർശനമായി തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിന്റെ മുന്നിലേക്ക് ഓതിക്കൊടുത്ത വചനങ്ങളാണത്. ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഈ നാട്ടിലെ മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുമോ? എന്തിനാണ് ഈ ജീവിതം? ഇവിടെ കുറെ രസിച്ച്, കുറെ രമിച്ച്, കുറെ അധ്വാനിച്ച്, കുറെ കഷ്ടപ്പെട്ട്, കുറെ ആളുകൾ കൂലിപ്പണി എടുക്കുന്നു, കുറെ ആളുകൾ ഓട്ടോ ഓടിക്കുന്നു, കുറെ ആളുകൾ ടാക്സി ഓടിക്കുന്നു, കുറെ ആളുകൾ നല്ല ഉദ്യോഗത്തിലിരിക്കുന്നു, കുറെ ആളുകൾ ഡോക്ടർമാരായി മാറുന്നു, കുറെ ആളുകൾ ബിരുദാനന്ദ ബിരുദങ്ങൾ നേടുന്നു, കുറെ വ്യക്തിത്വങ്ങൾ വലിയ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായി മാറുന്നു. ലോകത്തിന്റെ
വലിയ പുരോഗതിയുള്ള ഉത്തുംഗതയുടെ ആ വലിയ കസേരകളിൽ കയറിയിരിക്കുന്നു, വലിയ പദവി വഹിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മന്ത്രിമാരാകുന്നത്, നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചവരാണ് ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നത്, അധികാരത്തിന്റെ ഈ കസേര ചലിപ്പിക്കുന്നത്, ചക്രം തിരിക്കുന്നത്. അവരൊക്കെ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ചു വന്നവരാണ് അല്ലെ? പിന്നെ എങ്ങനെയാണ് അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയത്? അതൊക്കെയാണ് മനുഷ്യന്റെ ജീവിത നടപടിക്രമങ്ങളിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരായി ഈ ലോകത്ത് നിന്ന് ഒരു സെക്കൻഡിൽ ലോകത്ത് 3 ആൾ മരിക്കുമ്പോ, ഒരു സെക്കൻഡിൽ ലോകത്ത് 3 പേർ മരിച്ചു വീഴുമ്പോ, എന്റെ സംസാരം തുടങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ ഒരു അരമണിക്കൂർ സമയമായിട്ടുണ്ടെങ്കിൽ ഏകദേശം 5000-ലധികം ആളുകൾ എന്റെ പ്രസംഗം തുടങ്ങിയതിനു ശേഷം ലോകത്ത് നിന്ന് മരിച്ചു. ഒരു സെക്കൻഡിൽ ലോകത്ത് 3 ആൾ മരിക്കുന്നു. അപ്പോൾ 60 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു മിനിറ്റിൽ 180 ആൾ മരിക്കുന്നു. 10 മിനിറ്റിൽ 1800 ആൾ മരിക്കുന്നു. 20 മിനിറ്റിൽ 3600 ആൾ മരിക്കുന്നു. അരമണിക്കൂറിൽ 5000-ലധികം ആളുകൾ ലോകത്ത് നിന്ന് മരിച്ചു തീരുന്നു. എന്നെ കേൾക്കുന്ന ഹൈന്ദവരെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളെ, ജേഷ്ഠാനിയന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഭൂമിയിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല, നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പിന്റെ വാറോളം അടുത്ത് കിടക്കുകയാണ് നമ്മുടെ മരണം അല്ലേ? ഈ മരണ ഡ്യൂട്ടി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് കൊടുത്തിട്ടുള്ളത് മലക്കുൽ മൗത്ത് എന്ന് പറയുന്ന മലക്കിനാണ്. ആ മലക്കിനറിയാം. ശിഹാബടക്കര എന്ന് പറയുന്ന ഞാൻ ഏകദേശം കോഴിക്കോട്ടേക്ക് 90 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇനി ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുമോ, എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുമോ എനിക്ക് പറയാനറിയില്ല. ഒരു ഗ്യാരണ്ടിയുമില്ല. ഉറപ്പിച്ച് വീരവാദം മുടക്കാൻ എനിക്ക് ധൈര്യമില്ല. അത്ര ദുർബലനാണ് ഞാൻ. ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ചു പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ വ്യക്തിത്വം ഇസ്ലാമിക ലോകത്തുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനോടുള്ള വെല്ലുവിളിയാണ്. ദൗർബല്യമുള്ളവനാണ് മനുഷ്യൻ, ദുർബലനാണ് മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര നിസ്സാരനാണ് മനുഷ്യൻ അല്ലേ? തടിച്ച് നല്ല തടിമാടനായി നാളെ പരലോകത്ത് വരുന്ന ഒരാൾ, ദീനീബോധമില്ല, പരലോകബോധമില്ല. അവൻ ഭൂമിയിൽ ജീവിത ലക്ഷ്യമറിയാതെ ജീവിച്ചു മരിച്ചവനാണ്. ഒരു കൊതുകിന്റെ 2 ചിറകല്ല, ഒരു കൊതുകിന്റെ 1 ചിറകിന്റെ വില പോലും ഞാൻ അവന് കൽപ്പിക്കുകയില്ല എന്ന് ഇന്നു തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ ലോകത്തിന്റെ മുമ്പിലേക്ക് അല്ലാഹു തആല പഠിപ്പിച്ച ഹദീസിൽ വന്നതാണത്. ഒരു കൊതുകിന്റെ 1 ചിറകിന്റെ വില പോലും നാളെ അവന് പരലോകത്തുണ്ടാവില്ല. ഇന്ന് ഇവിടെ പല അധികാര കസേരകളിലും ഇരിക്കുന്നവരായിരിക്കാം, വലിയ വലിയ ക്ലബ്ബുകളുടെ നേതൃത്വം വഹിക്കുന്നവരായിരിക്കാം, സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്നവരായിരിക്കാം, അമ്പലത്തിന്റെയോ ചർച്ചിന്റെയോ പള്ളിയുടെയോ, അതല്ല വലിയ വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളുടെയോ, അതുമല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ ദൈവവിശ്വാസമില്ലാത്തവനായി ഈ ഭൂമിയിലേക്ക് എന്തിനു വന്നു എന്നറിയാതെ, എന്തിനു ജീവിച്ചു എന്നറിയാതെ, ഇവിടെ ഇങ്ങനെ ഒരു ഒഴുക്കിൽപ്പെട്ട് ജീവിച്ച് ജീവിത ലക്ഷ്യമറിയാതെ മരിച്ചുപോയാൽ, പ്രിയപ്പെട്ടവരെ, ഒരു കൊതുകിന്റെ 1 ചിറകിന്റെ വില പോലുമില്ലാത്ത പാരത്രികമായ ലോകത്ത് നീതിപൂർവമായ റബ്ബിന്റെ കോടതിയിൽ, അതേ ഒരു കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ നീതിനിഷ്ഠമായ ആ കോടതിയിൽ 1 കൊതുകിന്റെ ചിറകിന്റെ വില പോലും അവനുണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാ. ഇതൊക്കെ സത്യല്ലേ? അതുകൊണ്ട് എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇവിടെ എന്തിനു വന്നതാണ്? നിങ്ങൾ പതുക്കെ ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്തിനാ നമ്മൾ വന്നത്? ചില ആളുകൾ ജനിച്ച ഉടനെ മരിക്കുന്നു, ചില ആളുകൾ 10 വയസ്സ് 20 വയസ്സ്, ചില ആളുകൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ്. കുട്ടികളൊക്കെ പല മതവിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചു പോകുന്നു. കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്റ. എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ്. ഹൈന്ദവന്റെ കുട്ടി, ക്രൈസ്തവന്റെ കുട്ടി, നിരീശ്വരവാദിയുടെ കുട്ടി എന്നൊന്നുമില്ല. കുട്ടികളൊക്കെ മരിച്ചാൽ അവർ രക്ഷപ്പെട്ടു. അതിനർത്ഥം കുട്ടികൾ മരിക്കണം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അവര് പോയതിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ അവർക്ക് നാളെ പരലോകത്ത് പ്രത്യേകമായ ശിക്ഷ അനുഭവിക്കാത്ത വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അവർ കുഞ്ഞുമക്കളാണ്. പലസ്തീനിൽ ജൂതപട്ടാളം ഇങ്ങനെ തോക്ക് പിടിച്ച് ഉമ്മയുടെ കയ്യിൽ നിന്ന് വലിച്ചൂരിക്കൊണ്ടുപോയി ഒന്നും അറിയാത്ത നിഷ്കളങ്കയായ ആ പാവപ്പെട്ട കുട്ടികൾക്ക് നേരെ തോക്ക് ചൂണ്ടി വെടി ഉതിർത്ത് കൊന്നു തീർക്കുമ്പോ ജൂതപട്ടാളത്തിന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് പോലും, സിമ്പതിയുടെ ആർദ്രതയുടെ കണ്ണുനീര് പോലും ഉണ്ടാവാതെ കൊന്നു തീർത്തവരുണ്ടല്ലോ. അവർ ചിരിക്കുകയാണ്. അവർ നാളെ പരലോകമെന്ന് പറയുന്ന റബ്ബിന്റെ കോടതിയിൽ ചിരിക്കാനുള്ളവരാണ് അല്ലേ? ഇനി ഞാൻ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പോ ഇവിടെ അങ്ങനെ ജീവിച്ചു മരിച്ചു തീർന്നാൽ മതിയോ പ്രിയപ്പെട്ടവരെ? ചില ആളുകളുടെ വിശ്വാസപ്രകാരം നമ്മൾ ഇവിടെ അങ്ങനെ ജനിച്ചു, ഇവിടെ ജീവിച്ചു, എന്നിട്ട് ആ ജീവിച്ചിട്ട് അങ്ങനെ അവസാനിക്കുകയാണ്.
അങ്ങനെ ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി മണ്ണിലേക്ക് വെച്ചു. അതോടുകൂടി അവിടെ പുഴുക്കൾ കയറി, പ്രാണികൾ കയറി, നമ്മുടെ ശരീരം ഇങ്ങനെ തിന്നു തീർത്ത് കുറച്ചുകൂടി കഴിയുമ്പോ സോഫ്റ്റായ എല്ലുകളൊക്കെ തീർന്ന് അവസാനം ബലവത്തായ ചില എല്ലുകൾ മാത്രം ബാക്കിയാകുന്ന, അതും പതുക്കെ 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 നുരുമ്പാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മടങ്ങുമ്പോ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇതേ സംശയം 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ വരുമ്പോ അവിടുത്തെ ആളുകൾ ചോദിച്ച ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്ത് യാസീൻ, മുസ്ലിം ഉമ്മത്ത് സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് യാസീനിൽ കാണാം, വലറബ ലനാ മസല വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഈ ആയത്ത് മുസ്ലിം ഉമ്മത്തിന് പ്രത്യേകിച്ചറിയും. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുന്ന മുസ്ലിങ്ങളെ, അർത്ഥം നമ്മൾ പ്രത്യേകിച്ചറിയണം, ആശയം അറിയണം, അതിന്റെ അർത്ഥ ഗാംഭീര്യങ്ങൾ അറിയണം, അതിന്റെ അർത്ഥത്തിന്റെ ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റണം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയുമോ? ലോകരക്ഷിതാവായ റബ്ബ് പറയാ കേട്ടോ. അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ മനുഷ്യന്മാർ ചോദിച്ച ചോദ്യമുണ്ട്. ഈ എല്ലുകളൊക്കെ നുരുമ്പി ഇതിന്റെ പശ്ചാത്തലം വായിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ ഒട്ടകങ്ങൾ ചത്തുപോയിട്ട് കുഴിച്ചിട്ട സ്ഥലത്ത് കാട്ടറബികളായ ആളുകൾ വന്ന് അവർ കുടിച്ചിട്ട ഒട്ടകങ്ങളെ കുടിച്ചിട്ട സ്ഥലത്തു നിന്ന് മണ്ണ് നീക്കി ഒട്ടകത്തിന്റെ നുരുമ്പി പോകുന്ന എല്ലുകളെ കയ്യിലെടുത്തിട്ട് അതിങ്ങനെ പൊടിച്ച് പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ധൂളികളായി പൊടികളായി ഇങ്ങനെ പാറിപ്പിച്ചിട്ടാണ് അവർ ചോദിച്ചത്. എല്ലും കോലുമായി നുരുമ്പി ദ്രവിച്ച് ധൂളികളായി പോയ ഒട്ടകങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ മനുഷ്യരും മരിച്ചു മണ്ണിലേക്ക് വെച്ചാൽ ഇതായിരിക്കുമല്ലോ. അങ്ങനെ നുരുമ്പിപ്പോയ പൊടികളായി പോകുന്ന ഈ എല്ലുകളിൽ നിന്ന് രണ്ടാമത് കൊണ്ടുവരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു പുനർജീവിതമുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയെ. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. ആരാ ആദ്യം സംവിധാനിച്ചത്? ഇപ്പോ ഒരു മനുഷ്യന്റെ ദ്രവിച്ച എല്ലിന്റെ പൊടിയെങ്കിലും ഉണ്ടല്ലോ. എന്നാൽ മനുഷ്യ ഇത് ചോദിക്കുന്ന സുഹൃത്തെ, നീ ഒന്നാമതായി ഭൂമിയിലേക്ക്, രണ്ടാമതായി പുനർജീവിതത്തെ കുറിച്ച് പിന്നെ ചിന്തിക്കാം. ഒന്നാമതായി നീ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ ഏത് മോഡലിൽ നിന്നാണ്, മാതൃകയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ നാഥൻ നിന്നെ കൊണ്ടുവന്നത്? അതിനുത്തരമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? അലഖ്, അതെ, ഒരു രക്തപിണ്ഡത്തിൽ നിന്ന്, മുളഖത്ത്, ഒരു മാംസപിണ്ഡത്തിൽ നിന്ന്, പിന്നെ എല്ലുകൾ കൊടുത്ത് മാംസം കൊണ്ട് ചുറ്റി പൊതിഞ്ഞ് 9 മാസവും ഏതാനും ദിവസവും നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടത്തി നിന്നെ പുറത്തു കൊണ്ടുവന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഏതൊരു മാതൃകയിൽ നിന്നാണ് നിന്നെ ആദ്യം സംവിധാനിച്ചത്? അവന് നിന്നെ രണ്ടാമത് കൊണ്ടുവരാൻ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കൊണ്ടുവന്നവന് രണ്ടാമത് നിന്നെ കൊണ്ടുവരാൻ എന്തു പ്രയാസമാണ് ഉള്ളത് എന്ന് ചോദിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചോദിച്ചത്. ഈ നാട്ടിൽ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ആ ശ്മശാനത്തിൽ കൊണ്ടുപോയി നമ്മെ വെച്ച് മടങ്ങുമ്പോ ഇതോടുകൂടി തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റായ വിചാരമാണ്. നിങ്ങൾ ബുദ്ധിപരമായി, യുക്തിപരമായി ഒന്ന് ആലോചിച്ചു നോക്കുക. ഇവിടെ നിങ്ങളുടെയൊക്കെ നാട്ടിലും നമ്മുടെയൊക്കെ നാട്ടിലുമൊക്കെ 3-4 വയസ്സ് പ്രായമുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തവരുണ്ട്. അതൊക്കെ മീഡിയകൾ തുറന്നാൽ നിങ്ങൾക്ക് കാണാം. ആരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല. ഏതെങ്കിലും കുറ്റവാളികളുടെ പേര് പറയുക എന്നതല്ല നമ്മുടെ സംസാരത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് പറയുന്നില്ല. ഒരു ബിൽഡിങ്ങിന്റെ പിറകുവശത്തേക്ക് 4 വയസ്സുള്ള പെൺകുട്ടിയെ മിഠായി വാങ്ങിക്കൊടുത്ത് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയുടെ ആന്തരിക അവയവം പൊട്ടിപ്പോയി ഓർത്തുകരഞ്ഞ കുഞ്ഞ് ഈ മൃഗതുല്യനായ കാമഭ്രാന്തനായി മാറിയ മനുഷ്യന്റെ മുമ്പിൽ ജീവനറ്റുപോയ കഥ ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവര്. എങ്കിൽ ആ മനുഷ്യന് കോടതിയിൽ നല്ല വക്കീലിനെ വെച്ച്, മരിച്ചുപോയ കുട്ടിയുടെ ഭാഗത്ത് നല്ല വക്കീലിനെ വെച്ച് ഇവൻ തെറ്റു ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റാതെ പോയാൽ കോടതി തെളിവിന്റെ അഭാവം മൂലം വെറുതെ വിടും. അവൻ രണ്ടാമതും മൂന്നാമതും ഈ തെറ്റ് ആവർത്തിക്കും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ, കുറ്റവാളികൾ, കള്ളന്മാർ, കൊള്ളക്കാർ പലരെയും പിടിച്ച വാർത്ത പത്രത്തിൽ വരുമ്പോ താഴെ അതിന്റെ ഹെഡിങ് കഴിഞ്ഞ് അതിന്റെ വാർത്ത വായിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാകും, 2 തവണ ഇവൻ ജയിലിൽ കിടന്നവനാണ്, 4 തവണ ഇവനെ ജയിലിലടച്ചതാണ്, ഇവന്റെ പേരിൽ വേറെയും 10ഓളം കേസുകളുണ്ട്. എങ്ങനെ ഇത് വരാനുള്ള കാരണം? ഇവിടുത്തെ ശിക്ഷ ലോകത്ത് തന്നെ മാതൃകാപരമായ ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ ശിക്ഷകൾ വേണ്ടതുപോലെ വേണ്ട സമയത്ത് കൊടുക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടോ എന്നത് ഗൗരവമേറിയ ആത്മവിചിന്തനത്തിന് മുന്നിൽ
ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരികയാണ്. ശിക്ഷയുണ്ട്. ലോകത്തെ അത്ഭുതകരമായ ഭരണഘടനയുള്ള, ലോകത്തെ ഏറ്റവും നീണ്ട ലിഖിതമായ ഭരണഘടന ലോകത്തു തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെതാണ്. പിന്നെയാണ് നൈജീരിയ, പിന്നെയാണ് ബ്രസീൽ. ആദ്യത്തെ ലിഖിതമായ ഏറ്റവും നീളമുള്ള ലിഖിതമായ ഭരണഘടന ഈ രാജ്യത്തിൻ്റെതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ഇപ്പോൾ ഇന്ത്യയാണ്, അല്ലേ? അപ്പൊ ഇവിടെ നിയമമില്ലാത്തതുകൊണ്ടല്ല, ഇവിടുന്ന് പോകുന്ന ആളുകള് വിദേശത്ത് പോയിട്ട് നല്ല നിയമം പാലിക്കും, റോഡിന്റെ നിയമം പാലിക്കും, വേസ്റ്റ് റോഡിൽ എറിയരുത് പാലിക്കും. എന്താ കാരണം? അത് ലംഘിച്ചാൽ നല്ല ഫൈനാണ് വരിക. 2000-3000 ദിർഹംസ് 4000 ദിർഹം സാലറി വാങ്ങുന്നതിൽ നിന്ന് ഒരു 500 ദിർഹം 2 തവണ കട്ടായി പോകുമ്പോ അവൻ നിയമം പാലിക്കാൻ നിർബന്ധിതനാകും, അല്ലേ? ഇവിടെയോ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങുന്നവരായി മാറുന്നു. ആ കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിക്കുന്നു. വാദത്തിനുള്ള ചികിത്സ നൽകേണ്ട കുറുന്തോട്ടി എന്നത് കുറുന്തോട്ടിക്ക് തന്നെ വാദമുണ്ടാവുകയാണ്. നിയമം പാലിക്കേണ്ടവർ തന്നെ ലംഘിക്കുകയാണ്, കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ ലംഘിക്കുകയാണ്, ഇല്ലേ? ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലഹരിക്കെതിരെയുള്ള ക്ലാസ് നടക്കുക. ഞാൻ സാന്ദർഭികമായിട്ട് പറയാ, UDF-ഉം LDF-ഉം ഭരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. UDF-ഉം LDF-ഉം മാറി മാറി ഭരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. എന്നിട്ട് കോളേജിൽ, ഹൈസ്കൂളിൽ 5ാം ക്ലാസ് മുതൽ മേലെയുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക മാഷന്മാര്, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര്. ഈ ഭാഗത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, അല്ലേ? ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുന്നു. ലഹരി അപകടമാണ്, മയക്കുമരുന്ന് അപകടമാണ്, കഞ്ചാവ് അപകടമാണ്, ലഹരി അപകടമാണ്. കുട്ടികളെ ബോധവൽക്കരിക്കുന്നു. പക്ഷേ ഗവൺമെന്റോ കള്ള് ഷാപ്പില്ലാത്ത സ്ഥലത്ത് പുതിയ പെർമിഷൻ കൊടുക്കുന്നു, ബീവറേജുകളില്ലാത്ത സ്ഥലത്ത് പുതിയ ബീവറേജുകൾ തുറക്കുന്നു, അല്ലേ? പിന്നെ എന്ത് പ്രാക്ടിക്കലായ നടപടികളാണ്, എന്ത് പ്രായോഗികമായ നടപടികളാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പലതവണകളായി നമ്മൾ ആലോചിച്ചു പോകാറുണ്ട്. അതേ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും ഒക്കെ ക്ലാസ് കൊടുക്കുന്നു, അവർ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എവിടെയൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഗൗരവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തവരാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് മനുഷ്യർ ഒന്നടങ്കം ചിന്തിക്കേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്. നിൽക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. എന്താ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് ആലോചിക്കണം. അപ്പൊ ഇവിടെ കൊള്ളയടിച്ചവർ സുഖമായി ജീവിക്കുന്നു. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ചാമി അതേ അങ്ങ് പോകുന്നു ജയിലിലേക്ക്, പിന്നെ തടിച്ചു കൊടുത്ത് പുറത്തു വരുന്നു. ഇപ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടത് മെലിഞ്ഞൊട്ടിയാണ്. ശരി, ആദ്യം തടിച്ചു കൊടുത്ത് സുഖസുന്ദരമായി പുറത്തു വരുന്ന രംഗമാണ് നമ്മൾ കണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പലരും ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ടാണ്? ചിന്തിക്കണം, ആലോചിക്കണം. ഇവിടുത്തെ ശിക്ഷാവിധികളൊന്നും, ഇവിടുത്തെ ശിക്ഷാ നടപടികളൊന്നും പരിപൂർണമല്ല. അത് മനുഷ്യനിർമ്മിതമായ ശിക്ഷാ നടപടികളാണ്. പോരാ, ജഡ്ജിയായിരിക്കുന്നതും മനുഷ്യനാണ്. അയാൾക്ക് വക്കീൽ പറയുന്നതേ കേൾക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാദം കേട്ട് സത്യമാണ് എന്ന് മനസ്സിലാക്കി വിധിക്കാനേ കഴിയൂ. ഒരു മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ കഴിയില്ല. എന്നാൽ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ വിരാട് പുരുഷന്റെ ഹിരണ്യഗർഭന്റെ കോടതിയിൽ ഒരു മനുഷ്യന്റെയും പ്രിയപ്പെട്ടവരെ വാദമുഖങ്ങൾ കേൾക്കേണ്ട ആവശ്യം അല്ലാഹുവിനില്ല. ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്നവനാണ് അല്ലാഹു. ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്നവനാണ്. നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ്. നിന്റെ കൽബ് ഇപ്പോൾ എന്താലോചിക്കുന്നു എന്നറിയുന്നവനാണ്. അവന്റെ കോടതിയാണ് നീതിപൂർവമായ കോടതി. അതുകൊണ്ട് ഈ പരിസരത്തുള്ള മനുഷ്യരോട് ഞാൻ പറയുന്നു, ഇവിടെ കുറെ ആളുകൾ കൂലിപ്പടിയെടുക്കുന്നു, അവർ സുഖമായി ജീവിക്കുന്നു. അവിടെ പോക്കറ്റിൽ നിന്ന് ഇന്നത്തെ കൂലി ആരോ പോക്കറ്റ് അടിച്ചു പോകുന്നു. അവൻ ആ പണം കൊണ്ടുപോയി, കള്ളൻ കൊണ്ടുപോയി സാധനം വാങ്ങുന്നു. ഇത് നീ കട്ടെടുത്തതാണ് എന്ന് കടക്കാരൻ അറിയില്ല. അവൻ വാങ്ങുന്ന പഞ്ചസാരക്ക് രുചി മാറുകയില്ല. അവൻ വാങ്ങുന്ന ഏതെങ്കിലും സാധന സാമഗ്രികൾക്ക് രുചി മാറുകയില്ല. അവനെ ഒരിക്കലും പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ കൂലിപ്പണിക്കാരനായ പാവപ്പെട്ടവന് ആര് കൊടുക്കും നീതി? ഈ ക്വസ്റ്റ്യൻ ഇവിടെ ബാക്കിയാവുകയാണ്, അല്ലേ? നൂറുകണക്കിന് കുട്ടികളെ കൊന്നു തീർത്തവന് ഒരു പ്രാവശ്യം രാജ്യത്തിന്റെ സുപ്രീം കോർട്ട് വിധിച്ചാൽ, ഇവിടുത്തെ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ, തൂക്കുകയറ് കൊടുക്കാൻ വിധിച്ചാൽ, നൂറുകണക്കിന് കുട്ടികളെ കൊന്നു തീർത്തവന് ഒരു തവണ തൂക്കിക്കൊന്നാൽ നീതിയാകുമെന്ന് പറയാനാകുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നീതിപൂർവമായ ഒരു കോടതി ആവശ്യമാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പലരും വിശ്വസിക്കുന്ന എന്താ അറിയോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് കാലിന് വൈകല്യമുണ്ട്,
ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് കയ്യിന് വൈകല്യമുണ്ട്, കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളുണ്ട്, കേൾവി ശക്തി ഇല്ലാത്ത ആളുണ്ട്, ശരീരം കുറുകിപ്പോയവരുണ്ട്, മൂക്കി ചപ്പിപ്പോയവരുണ്ട്, അങ്ങനെ പലതും ശരീരത്തിന് വൈകല്യം സംഭവിച്ചവരുണ്ട്. അത് അവന്റെ കുറ്റല്ല, അതൊരിക്കലുമില്ല, അവനെ പരീക്ഷിക്കുകയാണ്. പക്ഷേ പലരും വിശ്വസിക്കുന്ന എന്താ അറിയോ? ഇത് മുൻജന്മത്തിലെ പാപമാണ്. സൗകര്യമൊരുക്കി തന്ന ഈ അമ്പല കമ്മിറ്റിയും അതിന്റെ വേണ്ടപ്പെട്ട ആളുകളും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മുൻ ജന്മത്തിൽ സംഭവിച്ച പാപം നിമിത്തമാണ് എന്ത് ഈ വൈകല്യം ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ മുൻ ജന്മത്തിൽ സംഭവിച്ച പാപം? ഇവൻ ചെയ്ത പാപം എന്താ? ദൈവം എന്നാൽ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. ഖുർആൻ പറയുന്നത് അർ-റഹ്മാനാണ്, അർ-റഹീമാണ്, അൽ-വദൂദാണ്. ഏറെ സ്നേഹമുള്ള, ഏറെ കരുണ കാണിക്കുന്ന കരുണാനിധിയായ ലോകത്തിന്റെ രക്ഷിതാവ്. മലയോളം തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ മാപ്പ് കൊടുക്കുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്. കടലിൽ നുരയോളം തെറ്റുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, തെറ്റാണെന്ന് മനസ്സിലാക്കി മടങ്ങിയാൽ, പശ്ചാത്തപിച്ചു മടങ്ങാൻ തയ്യാറായാൽ, പാതിരാത്രിയിൽ മുഴുവൻ മനുഷ്യരും ഉറങ്ങിക്കിടക്കവേ കണ്ണു നനഞ്ഞ് കണ്ണുനീരുകൾ ഒറ്റി വീണ് കിടുകിടാവിറക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചുണ്ടുകൾ ഇങ്ങനെ അതേ തൊണ്ട ഗദ്ഗതമായി, പ്രിയപ്പെട്ടവരെ, ആകാശത്തിന്റെ മേലാപ്പിലേക്ക് മനസ്സും കണ്ണുമൊക്കെ ഉയർത്തി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കരഞ്ഞു പറഞ്ഞാൽ മാപ്പ് കൊടുക്കുമെന്ന്, അതേ മാപ്പ് കൊടുക്കുമെന്ന് ഉറപ്പ് പറയുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ, അവനറിയാത്ത ഒരു ജന്മം, അവൻ പോലും അറിയാത്ത ഒരു പാപം, അതിന് രണ്ടാമതൊരു ജന്മം കൊടുത്ത് ശിക്ഷിക്കുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് മനുഷ്യർ എത്രയോ ആളുകളോട് മരിച്ചു, അവരൊക്കെ ഒരൊറ്റ ജന്മേ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ. നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾ ചിന്തിച്ചോളൂ. പിന്നെ നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് ജനിച്ചതാ, മുമ്പ് നമ്മൾ ആരോട് ജനിച്ചിട്ടില്ല. ജനിച്ചു 40ആയി 50ആയി അങ്ങനെ വയസ്സ് മുന്നോട്ട് പോവാണ്. ഇനി നമ്മൾ മരിക്കും, മരിച്ച് നമ്മളെ രണ്ടാമത് പുനർജീവിപ്പിക്കും. ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ഇല്ല, ഞാനതാ നേരത്തെ പറഞ്ഞത്. ലോകമഹായുദ്ധത്തിൽ ബോംബിട്ടവനെ കൊണ്ടുവരണം. ഒന്നും അറിയാത്ത ഒറ്റക്ക് താമസിക്കുന്ന അമ്മയുടെ ഉമ്മയുടെ ആ വീട്ടിൽ കയറി വൃദ്ധയായ അമ്മയെ ബലാത്സംഗം ചെയ്ത് കഴുത്തിൽ കിടക്കുന്ന അരപ്പവൻ മാല പൊട്ടിച്ചെടുത്ത് ആ അമ്മയെ ബലാത്സംഗം ചെയ്ത് ഇനി ഇത് പുറത്തറിയുമോ എന്ന് വിചാരിച്ച് ശ്വാസം മുട്ടിച്ച് കടന്നുപോയ ആ മനുഷ്യനെ നീതിനിഷ്ഠമായ അള്ളാഹുവിന്റെ കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പൊതുജനങ്ങൾ എന്ന നിലക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും സമയം നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ഇത് പഠിപ്പിക്കാനാണ്. നേരത്തെ ഇവിടെ തൗഹീദും സുന്നത്തിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനും ചില ഭാഗങ്ങൾ പറയും. പക്ഷേ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, നീതിക്കു വേണ്ടി ലോകത്തിന്റെ മുന്നിലേക്ക് അള്ളാഹു അതേ മക്കയുടെ മണ്ണിൽ ജനിച്ച് ആ നാട്ടിൽ പിച്ചവെച്ച് വളർന്ന് ആ നാട്ടിൽ, പ്രിയപ്പെട്ടവരെ, ആ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ജീവിച്ച് 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി തെരഞ്ഞെടുത്ത് 63-ാമത്തെ വയസ്സിൽ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ കേവലം 23 വർഷക്കാലം കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്ന മാറ്റത്തിന്റെ ടേണിംഗ് പോയിന്റുകൾ ഓരോ ഹൃദയത്തിലേക്കും ഇട്ടുകൊടുത്തുകൊണ്ട് കടന്നുപോയ ഗുരുവര്യനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്നാ പറഞ്ഞേ. ആ പ്രവാചകന്റെ ചര്യ എന്ന് പറയുമ്പോ ആ പ്രവാചകനെ കുറിച്ച് പഠിക്കണം. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാ ഖുർആൻ പറഞ്ഞത്. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ നാട്ടിലെ മനുഷ്യരൊക്കെ മനസ്സിലാക്കാനാ. നമ്മുടെ വാപ്പയൊരാൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട്, പറയാൻ പാടില്ല. അത് എന്തിനാ നീ പറയുന്നത് ചോദിക്കും. പക്ഷേ എന്റെ വാപ്പയെ ചീത്ത പറഞ്ഞതുപോലെയല്ല, എന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞതുപോലെയല്ല, എന്റെ ചേട്ടനെയോ അനുജനെയോ എന്റെ ഭാര്യയെയോ മക്കളെയോ അല്ല. എനിക്ക് എന്റെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ചേട്ടനേക്കാൾ, അനിയനേക്കാൾ, മക്കളേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, പാർപ്പിടത്തേക്കാൾ, സർവ്വതിനേക്കാൾ, എന്റെ ബിസിനസിനേക്കാൾ, ക്രയവിക്രയത്തേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു കഴിഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. 1,00,000-ൽ പരം പ്രവാചകന്മാർ ലോകത്തിലേക്ക് വന്നപ്പോ അവസാനത്തെ പ്രവാചക ഗുരുവര്യനായി റഹ്മത്തുൽ ലിൽ ആലമീനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അനസ് റളിയല്ലാഹു പറയാണ്, ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു ഖാല
അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞതായി അനസ് റളിയല്ലാഹു പറയാ, ലാ യുഗ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ബാപ്പയേക്കാൾ മക്കളേക്കാൾ ലോകത്തുള്ള എല്ലാവരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ നബിയാകുന്നത് വരെ എനിക്ക് വിശ്വാസിയാകാൻ കഴിയില്ല, നിങ്ങൾക്ക് വിശ്വാസിയാകാൻ കഴിയില്ല. അതുകൊണ്ട് ആ പ്രവാചകനെ നിങ്ങൾ പഠിക്കണം. ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കണില്ല. ആ പ്രവാചകനെ കുറിച്ച് ഈ നാട്ടിലെ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒന്ന് വായിക്കണം. നല്ലൊരു അയൽവാസി, നല്ല പിതാമഹൻ, നല്ല വാപ്പ, ആ നല്ല ഭരണാധികാരി. മൈക്കൽ എച്ച് ഹാർട്ട് മുസ്ലിമല്ല, അദ്ദേഹം നബിമാരെ കുറിച്ച് എന്നല്ല, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ, ഏറ്റവും അനുയായികളെ സൃഷ്ടിക്കാൻ പറ്റിയ, മാതൃകാപരമായ ജീവിതം നയിച്ച 100 പേരെ തെരഞ്ഞെടുത്തപ്പോ ദ 100 എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ പേജ് കൊടുത്തത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ഈ പുസ്തകം എഴുതിയത്? ക്രിസ്ത്യാനിയായ മൈക്കൽ എച്ച് ഹാർട്ട്. അദ്ദേഹത്തിന് 1-ാം സ്ഥാനത്ത് പ്രവാചകനെ വെക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും നല്ല ആ സ്വഭാവമുള്ള, മര്യാദയുള്ള, നാട്ടുകാർക്ക് ഉപകാരമായ, നാട്ടുകാരുടെ കണ്ണീരൊപ്പിയ, ആ നാട്ടിലെ ഭാരമേറ്റെടുത്ത, അവിടുത്തെ വിധവകളുടെ പ്രശ്നത്തിൽ ഇടപെട്ട, അവിടുത്തെ അനാഥ മക്കളെ ചേർത്ത് പിടിച്ച, അവിടുത്തെ പാവപ്പെട്ടവരെ, നിരാലംബരെ ചേർത്ത് പിടിച്ച അള്ളാഹുവിന്റെ പ്രവാചകനെ ആ നാട്ടിലെ മനുഷ്യന്മാർ വിളിച്ചത്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. ആയത്ത് മുഴുവൻ ഓതി വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് സാഹിർ എന്ന വിളി കേൾക്കാതെ, മജ്നൂൻ എന്ന വിളി കേൾക്കാതെ, ഇതാ വരുന്നു ഭ്രാന്തൻ എന്ന വിളി കേൾക്കാതെ, ഇതാ വരുന്നു മരണക്കാരൻ എന്ന വിളി കേൾക്കാതെ ഒരു പ്രവാചകന്മാരും കടന്നുപോയിട്ടില്ല എന്ന് ഖുർആനാണ് പറയുന്നത്. ഇവിടെ ഞാൻ 2 മണിക്കൂർ സംസാരിക്കുമ്പോ, 1.5 മണിക്കൂർ സംസാരിക്കുമ്പോ സംസാരത്തെ മുഴുവനും കേട്ട ചില ആളുകൾ വിലയിരുത്തും, നല്ല സംസാരമായിരുന്നു. ചില ആളുകൾ പറയും, ഇവർക്കൊന്നും സുഖമില്ലേ, ഇവർക്ക് എന്താ ഈ ഏർപ്പാടിന് നിൽക്കുന്നത് എന്തിനാ, ഇവർക്കൊന്നും പിന്നെ വേറെ പണിയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ചീത്തവിളികളും കൂക്കിവിളികളും ആക്ഷേപങ്ങളും കേൾക്കാതെ പ്രവാചകന്മാർ കടന്നുപോയിട്ടില്ല. പിന്നെയാണോ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം, ചിന്തിക്കണം. അതുകൊണ്ട് ആ പ്രവാചകനെ പഠിക്കണം.